നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന MPയെയാണ് പൊന്നാനിക്കാർക്ക് ആവശ്യമെന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി KS ഹംസ. പഞ്ചസാരയുടെ നോ പറയാം, ആരോഗ്യം ഉറപ്പാക്കാം. തിരൂർ താലൂക്ക് പ്രചരണ ക്യാമ്പയിന് തുടക്കം. ഉബൈദുള്ള താനാളൂരിന് ജന്മനാട്ടിൽ പൗരാവലി ആദരിച്ചു. മലപ്പുറം ബസാർ ഉൽപ്പന്ന പ്രദർശന വിപണന മേളയ്ക്ക് തുടക്കമായി. DYFI മാർച്ച് നടത്തി ദേവദാർ ടോൾ ബൂത്തിൽ നടത്തുന്ന പരിഷ്കരണം താൽക്കാലികമായി നിർത്തിവെക്കാൻ നടപടി. താനാളൂർ സെഞ്ചുറി നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് സൗജന്യ പ്രമേഹ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകൾ. LDF പൊന്നാനി മണ്ഡലം സ്ഥാനാർത്ഥി KS ഹംസ തിരൂർ നിയമസഭാ മണ്ഡലത്തിൽ പര്യടനം നടത്തി. ചൊവ്വാഴ്ച രാവിലെ 7 മണിയോടെ തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലും തുടർന്ന് തിരൂർ ബോയ്സ് ഹൈസ്കൂൾ പരിസരത്തും പര്യടനം നടത്തി. 8 മണിയോടെ വൈരങ്കോട് ക്ഷേത്ര പരിസരത്തേക്ക് പുറപ്പെട്ടു. ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന MPയെയാണ് പൊന്നാനിക്കാർക്ക് ആവശ്യമെന്ന് പൊന്നാനിയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി KS ഹംസ വെട്ട ന്യൂസിനോട് പറഞ്ഞു. ജനമനസ്സുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന വികസന മോഹങ്ങളെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കും. 4 മണ്ഡലങ്ങളിലെ 1ാം ഘട്ട പര്യടനം പൂർത്തിയായപ്പോൾ മാറ്റത്തിന് വേണ്ടി കൊതിക്കുന്ന ജനങ്ങളെയാണ് കാണാൻ കഴിഞ്ഞതെന്നും കേന്ദ്രം ഭരിക്കുന്ന വർഗീയ ശക്തികൾക്കെതിരെ ഇന്ത്യ മുന്നണി പ്രബല ശക്തിയാവും, അതിന് ഇടതുപക്ഷം ശക്തിപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. അവരുടെയൊക്കെ ഹാർബറുകൾ, അതുപോലെ അങ്ങനത്തെ ഫിഷറീസ് ബന്ധമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കണം, മനസ്സിലാക്കണം. ഇത് വളരെ പഴക്കം ചെന്ന ഒരു രീതിശാസ്ത്രം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ പൊന്നാനിയിലൂടെ അല്ലെങ്കിൽ മലപ്പുറത്ത് കൂടെ തൂകിപ്പാഞ്ഞു പോകുന്ന ഒരുപാട് തീവണ്ടികളുണ്ട്. ആ വണ്ടികൾക്കൊന്നും മലപ്പുറം അറിയില്ല, മലപ്പുറത്ത് ഓടിപ്പോകുന്നത് മാത്രമേ ഉള്ളൂ. ഒരു നല്ല റെയിൽവേ ജംഗ്ഷൻ്റെ സാധ്യത പണ്ടേ പൊന്നാനിക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കുറ്റിപ്പുറം ജംഗ്ഷനൊക്കെ വരികയാണെങ്കിൽ, കുറ്റിപ്പുറം ജംഗ്ഷൻ വരികയാണെങ്കിൽ തെക്കോട്ടുള്ള ഗതാഗതത്തിന് ഒരുപാട് ഒരു 10, 30, 40 കിലോമീറ്റർ, 50 കിലോമീറ്ററിലധികം ലാഭമുണ്ട്. അതല്ല ഒരു വികസന സ്വപ്നം. പൂവണിയും ഒരുപാട് കാര്യങ്ങൾ വേറെയും. അതൊക്കെ ഞാൻ പറയുന്നത്, ഞാനൊരു എന്തെങ്കിലും കുറേ പദ്ധതി രേഖകളുണ്ടാക്കി ഏതെങ്കിലും പ്ലാനിങ്ങിന് വേണ്ടി ഒരു ടീമിനെ ഏൽപ്പിച്ചു. അവർ തരുന്ന ഒരു പദ്ധതി രേഖ, ഒരു മാനിഫെസ്റ്റോ എന്ന രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊന്നും ഏട്ടിലെ പശുക്കളാണ് പലപ്പോഴും. പല പദ്ധതികളും അങ്ങനെയാണ് കാണാറുള്ളത്. ഏട്ടിലെ പശുക്കളായി പുല്ല് തിന്നില്ല. മറിച്ച് ആദ്യം ഞാൻ പറഞ്ഞ രീതിയാണ് കൂടുതൽ പ്രായോഗികം എന്ന് എനിക്ക് തോന്നുന്നു. അഥവാ ജനങ്ങളുമായി നിരന്തരം ബന്ധത്തിലാണ്. അങ്ങനെ അവരുടെ മനസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന, കൂട്ടായ്മയിൽ നിന്ന് ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന മോഹങ്ങളെ, ആഗ്രഹങ്ങളെ പദ്ധതികളായി രൂപകൽപ്പന ചെയ്യുക. അതായിരിക്കും കൂടുതൽ അഭികാമ്യം എന്നാണ് കണക്കാക്കുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ കേവലം ഒരു അധര വ്യായാമം മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്ത ഇലക്ഷനിൽ പിന്നെ കാണാൻ കഴിയുള്ളൂ. അത് ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് നമുക്ക് പറ്റില്ല. ചൊവ്വാഴ്ച രാവിലെ 7 മണിയോടെ തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലും തുടർന്ന് തിരൂർ ബോയ്സ് ഹൈസ്കൂൾ പരിസരത്തും പര്യടനം നടത്തി. തുടർന്ന് വൈരങ്കോട് ക്ഷേത്രം, ചങ്ങമ്പള്ളി കളരി പരിസരം, തിരുനാവായ ടൗൺ, പട്ടണടക്കാവ് തുടങ്ങിയ സ്ഥലങ്ങളിൽ വോട്ടർമാരെ കാണും. വെട്ട ന്യൂസ് തിരൂർ. മോർണിംഗ് സ്റ്റാർ ഇന്റർനാഷണലും വനിതാ വിഭാഗവും കോർവ മലപ്പുറം ജില്ലാ റെസിഡൻസ് അസോസിയേഷനും സംയുക്തമായി തിരൂർ രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നോ പറയാം, പഞ്ചസാരയോട് ആരോഗ്യം ഉറപ്പാക്കാമെന്ന താലൂക്ക് തല പ്രചരണ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. ജില്ലാ കളക്ടർ VR വിനോദ് ഉദ്ഘാടനം ചെയ്തു.
പഞ്ചസാരയോട് നോ പറയാം, ആരോഗ്യം ഉറപ്പാക്കാം. തിരൂർ താലൂക്ക് പ്രചരണ ക്യാമ്പയിന് തുടക്കം കുറിച്ച് പ്രചരണ ക്യാമ്പയിന് ജില്ലാ കളക്ടർ VR വിനോദ് IAS ഉദ്ഘാടനം ചെയ്തു. മോർണിംഗ് സ്റ്റാർ ഇന്റർനാഷണൽ ചെയർമാൻ ഷാഫി ഹാജി കൈനിക്കര അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അൻവർ സാദത്ത് കള്ളിയത്ത് സ്വാഗതം പറഞ്ഞു. പ്രിവെന്റീവ് മെഡിസിൻ ക്ലാസിന് ഡോക്ടർ സുരഭില ഷബാദ് നേതൃത്വം നൽകി. രാഷ്ട്രപതി അവാർഡ് ജേതാവ് RPF SK KM സുനിൽ മുഖ്യാതിഥിയായിരുന്നു. തിരൂർ സ്പെഷ്യാലിറ്റി ലാബിന്റെ പ്രമേഹ രോഗനിർണയ ക്യാമ്പ് പരിപാടിക്ക് നിറം നൽകി. വ്യത്യസ്ത മേഖലകളിലെ അസോസിയേഷനുകളായ നെറ്റോ റെസിഡൻസ് തൃക്കണ്ടിയൂർ, പൊറൂർ റെസിഡൻസ്, IHD കോളേജ്, GLP സ്കൂൾ തൃക്കണ്ടിയൂർ എന്നിവയെ ചടങ്ങിൽ ആദരിച്ചു. ചീഫ് പ്രോഗ്രാം കോർഡിനേറ്റർ KK അബ്ദുൾ റസാഖ് ഹാജി, മോർണിംഗ് സ്റ്റാർ അംഗങ്ങളായ സലാം P ലില്ലീസ്, ഫൈസൽ ബാബു, ഇൻസ്ട്രക്ടർമാരായ മുസ്തഫ മുത്താണിക്കാട്ട്, ലത്തീഫ് അത്തിയത്തിൽ, ഷബാദ് കൈനിക്കര, ഫൈസൽ സൈക്കിൾ, രാജു ചാത്തൻകാട്ടിൽ, PA റഷീദ്, അസീസ് വെള്ളത്തൂർ, വനിതാ വിഭാഗം പ്രസിഡന്റ് സുഹറ ഹുസൈൻ, ഫെബി അൻവർ, സീനത്ത് റസാഖ് എന്നിവർ സംസാരിച്ചു. വെട്ടന്യൂസ് തിരൂർ. മാധ്യമ പ്രവർത്തന രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട താനാളൂരിന്റെ മത സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലെ സൗമ്യ സാന്നിധ്യമായ ഉബൈദുള്ള താനാളൂരിനെ ജന്മനാട് ആദരിച്ചു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മതരംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകനായും എഴുത്തുകാരനായും പ്രവർത്തിക്കുന്ന ഉബൈദുള്ള താനാളൂർ സാധനം താനാളൂർ എന്ന ചടങ്ങിൽ വെച്ചാണ് ആദരിച്ചത്. താനാളൂർ വെട്ടത്താണിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM മല്ലിക ടീച്ചർ അധ്യക്ഷത വഹിച്ചു. പൗരാവലിയുടെ ഉപഹാരവും മന്ത്രി V അബ്ദുറഹ്മാൻ ഉബൈദുള്ള താനാളൂരിന് സമ്മാനിച്ചു. പത്രപ്രവർത്തന രംഗത്ത് 50 വർഷത്തെ മികച്ച അംഗീകാരത്തിനുള്ള പൗരാവലിയുടെ പ്രശസ്തി പത്രം കുറുക്കുളി മൊയ്തീൻ MLA സമ്മാനിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സൽമത്ത് പൊന്നാട അണിയിച്ചു. താനാളൂർ സർവീസ് സഹകരണ ബാങ്കും താലൂക്ക് മദ്യനിരോധന സമിതിയും ഉപഹാരങ്ങൾ നൽകി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ VKM ഷാഫി, V അബ്ദുൾ റസാഖ്, O രാജൻ, തോട്ടുങ്ങൽ ഉസ്മാൻ ഹാജി, K ജനചന്ദ്രൻ മാസ്റ്റർ, VPM അബ്ദുറഹ്മാൻ മാസ്റ്റർ, TPM മൂസിൻ ബാബു, യൂസഫ് കൊടിയങ്ങൽ എന്നിവർ പ്രസംഗിച്ചു. മാധ്യമങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്ന സെമിനാറിൽ മീഡിയ വൺ എഡിറ്റർ പ്രമോദ് രാമൻ വിഷയാവതരണം നടത്തി. മുജീദ് K താനൂർ മോഡറേറ്ററായിരുന്നു. ചന്ദ്രിക മലപ്പുറം റെസിഡൻസ് എഡിറ്റർ ഇക്ബാൽ കല്ലുങ്ങൽ, ദേശാഭിമാനി ചീഫ് സബ് എഡിറ്റർ റഷീദ് ആനപ്രം, പ്രൊഫസർ സമദ് മങ്കട, P സതീശൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. വെട്ടന്യൂസ് താനൂർ. ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ജില്ലയിലെ ചെറുകിട വ്യവസായ യൂണിറ്റുകളുടെ ഉൽപ്പന്ന പ്രദർശന വിപണനമേള മലപ്പുറം ടൗൺ ഹാളിൽ ആരംഭിച്ചു. മലപ്പുറം ബസാർ എന്ന് പേരിട്ട വിപണനമേള നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ R ദിനേശ് അധ്യക്ഷത വഹിച്ചു. ഇന്നോവേഷൻസ് കുറവുള്ളതും പലപ്പോഴും പെറിഷബിൾ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസോ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് ഐറ്റംസോ ഒക്കെ ആയിരിക്കും. പലപ്പോഴും സീസണൽ റോ മെറ്റീരിയൽ അവൈലബിലിറ്റി ഇപ്പോൾ ഇവിടെ തന്നെ ഫ്രൂട്ട്സ് ബേസ്ഡോ വെജിറ്റബിൾ ബേസ്ഡോ ഒക്കെ ആയിട്ടുള്ള അച്ചാറുകളും മറ്റൊക്കെ ഉള്ള ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റോ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി ചില സീസണിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ നമ്മളെല്ലാവരും കൂടി അച്ചാർ നിർമ്മിക്കുന്നതിന് പകരം ഈ റോ മെറ്റീരിയൽ സ്റ്റോറേജിന് ആരെങ്കിലും ഒരു ചെറിയ യൂണിറ്റ് തുടങ്ങിയാൽ ആ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന എല്ലാ യൂണിറ്റുകൾക്കും അതിൻ്റെ ഒരു ലോജിസ്റ്റിക് ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റും. ഈ ഒരാൾക്കൊരു സംരംഭകത്തായി സ്റ്റോറേജോ ഗോഡൗണോ പോലത്തെ ഒരു സംരംഭകത്ത് 1-2 ആളുകൾ തുടങ്ങിയാൽ അതിനും പ്രൊവിഷനായി. ഈ രീതിയിൽ സ്റ്റോറേജ് ചെയ്യുന്നത് മൂലം സീസണൽ വേരിയേഷൻ, റോ മെറ്റീരിയലിൻ്റെ സീസണൽ വേരിയേഷൻ എവിടെ ബാധിക്കുന്നില്ല, ഈ മെറ്റീരിയലിനെ ബാധിക്കുന്നില്ല. ഞാൻ ഈ അടുത്ത് ഇവിടെ ഒരു കർഷക മേള ഉണ്ടായിരുന്നു. അവിടെ സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഈ പൈനാപ്പിളിൻ്റെ സീസണിൽ നമ്മുടെ എറണാകുളത്ത് ഈ കൂത്താട്ടുകുളം പ്രദേശത്തൊക്കെ ആയിരക്കണക്കിന് ടണ്ണാണ് പൈനാപ്പിൾ വരുന്നത്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന മേള മാർച്ച് 7-ന് സമാപിക്കും. മേളയിൽ ജില്ലാ കുടുംബശ്രീ പ്രവർത്തകരുടെ ഫുഡ് കോർട്ട്, നാടൻ പലഹാരങ്ങൾ, വിവിധ ഇനം അച്ചാറുകൾ, കേക്കുകൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ശുദ്ധമായ സ്ക്വാഷുകൾ, ഐസ്ക്രീം, വീട്ടുപകരണങ്ങൾ, ധാന്യപ്പൊടികൾ, കാർഷിക ഉപകരണങ്ങൾ, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, ഫർണിച്ചറുകൾ എന്നിവ മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുക എന്നതാണ് മേളയുടെ ലക്ഷ്യം. 40-ൽ പരം സംരംഭക സ്റ്റാളുകൾ ടൗൺ ഹാളിൽ ഒരുക്കിയിട്ടുണ്ട്. പരിപാടിയിൽ ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർമാരായ K പ്രശാന്ത്, CK മുജീബ് റഹ്മാൻ, CR സോജൻ, വാർഡ് കൗൺസിലർ PSA ഷബീർ, ജില്ലാ വ്യവസായ കേന്ദ്രം ഡെപ്യൂട്ടി രജിസ്ട്രാർ PT മുഹമ്മദ് ഹനീഫ, KSSI ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് കരീം എന്നിവർ പങ്കെടുത്തു. ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർ അബ്ദുൽ ലത്തീഫ് സ്വാഗതവും ഉപജില്ലാ വ്യവസായ ഓഫീസർ M ശ്രീരാജ് നന്ദിയും പറഞ്ഞു. വെട്ടന്യൂസ് മലപ്പുറം. DYFI മാർച്ച് നടത്തി ദേവദാർ ടോൾ ബൂത്തിൽ നടത്തുന്ന പരിഷ്കരണം താൽക്കാലികമായി നിർത്തിവെക്കാൻ നടപടിയായി. ഫാസ്റ്റ് ടാഗ് അടക്കമുള്ള സൗകര്യം വരുത്തുന്നതിൻ്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. DYFI ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്.
മൂലക്കലിൽ നിന്നാരംഭിച്ച മാർച്ച് ടോൾ ബൂത്തിനു സമീപം അവസാനിച്ചു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി വി വിശാഖ്, പ്രസിഡന്റ് പി രതീഷ് എന്നിവർ സംസാരിച്ചു. തിരൂർ കടലുണ്ടി പ്രധാന പാതയിൽ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കുന്നതിനായി ഹമ്പ് ഒഴിവാക്കി പകരം റെബിൾ സ്ട്രീപ്പാണ് സ്ഥാപിച്ചിട്ടുള്ളത്. എന്നാൽ ടോൾ ബൂത്ത് ജീവനക്കാർ അനധികൃതമായി റബ്ബർ ഹബ്ബ് സ്ഥാപിച്ചിരുന്നു. മാർച്ചിന്റെ ഭാഗമായി ഹമ്പ് പൊളിച്ചുമാറ്റി. ഡിവൈഎഫ്ഐ സമരം നടത്തുന്നുണ്ടെന്നറിഞ്ഞ് സ്ഥലത്തെത്തിയ മന്ത്രി വി അബ്ദുറഹ്മാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും ഉദ്യോഗസ്ഥരെയും ഫോണിൽ ബന്ധപ്പെട്ടു. തുടർന്ന് നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കാൻ തീരുമാനമായി. പ്രാദേശികമായിട്ട് അപ്പം അത് നഷ്ടപ്പെടുന്നില്ല. നമ്മുടെ താല്പര്യം ഫാസ്റ്റ് ടാഗ് ഉൾപ്പെടെയുള്ള നവീകരണങ്ങൾ സംബന്ധിച്ച് യോഗം ചേർന്നാവും തീരുമാനമെടുക്കുക. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് താന്നൂർ ദേവദാറയിൽ ടോൾ ബൂത്ത് അനുവദിച്ചത്. നിലവിൽ താന്നാളൂർ പഞ്ചായത്തിന് സമീപം പ്രദേശത്തുകാർക്ക് ടോൾ ബൂത്തിലൂടെ സൗജന്യ യാത്ര അനുവദിക്കുന്നുണ്ട്. എന്നാൽ ഫാസ്റ്റ് ടാഗ് സൗകര്യം വരുന്നതിലൂടെ ഇത്തരം സൗജന്യം ഇല്ലാതെയാവും. ബാരിക്കോട് റബ്ബർ ഹമ്പും ഉൾപ്പെടെയുള്ള അനധികൃത നിർമ്മാണങ്ങൾ റെയിൽവേ മേൽപ്പാലത്തിന്റെ ബലത്തെ സാരമായി ബാധിക്കുമെന്നതിലാണ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇവ പൊളിച്ചു മാറ്റിയത്. വെട്ടന്യൂസ് താന്നൂർ. താന്നാളൂർ സെഞ്ചുറി നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് താന്നാളൂർ സിറ്റി പോളിടെക്നിക് ആൻഡ് ഡയബറ്റിക് സെന്ററുമായി സഹകരിച്ച് താന്നാളൂരിൽ സൗജന്യ പ്രമേഹ രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. നിരവധി പേർ പങ്കെടുത്തു. സൗജന്യ പ്രമേഹ രോഗ നിർണയ ക്യാമ്പ് ട്രസ്റ്റ് ചെയർമാൻ നാസർ കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി PS സഹദേവൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർമാരായ C ഹംസ, PS ഹൈസും, ഷാനവാസ് താന്നാളൂർ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. വെള്ളിയത്ത് സൈദലവി, ആഷിഖ് മരക്കാർ, സൽമാൻ നെല്ലിക്കൽ, V ഷെഫീഖ്, KP കബീർ, CK മൺസൂൺ, V സാലു എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യ ന്യൂറോപ്പതി പരിശോധനയും നടത്തി. വെട്ടന്യൂസ് താന്നാളൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.